അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ ഒരു ട്രെൻഡിലുള്ള ഒരു വീഡിയോ ഉണ്ട്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. 51 സെക്കൻഡ് ഉണ്ട്. ഈ വഹാബികൾ ഗാഫറാക്കുന്നത് മുസ്ലിമിയാണ് മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളല്ലേ നോമ്പ് ഇല്ല. വല്ലാഹി ഇവർ മുസ്ലിം അല്ല. അവർ നിസ്കരിക്കും. ഇതാ സ്വല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പുവറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, വക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. ഈ വീഡിയോത്തിൽ മനുഷ്യ ചൊല്றது മുസ്ലിമീങ്ങളായ സുന്നിങ്ങ അങ്ങ കാഫിർ ഇങ്ങനെ വാദ, ഇത് പുതിയ വാദമൊന്നും അല്ല. ഇത് ഉള്ളിലുള്ളത് പുറത്ത് ബന്ധന മാത്രം. ഇത് 1980 ഇസവിലെ ഈ വാദ, ഈ സലഫിയത്ത്, ഈ മുക്കാഗಂಟമാർക്ക് ഉണ്ട്. ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി ഉഷാറില്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടത്തത്തിലായ സമയത്ത് KNM കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന വഹാബി പ്രസ്ഥാനത്തെ സംഘടന ഇതിരെ പ്രസിഡന്റായ ഉമർ മൗലവി എന്ന് പറയപ്പെട്ട ഒരു മനുഷ്യ ഒരു ലെറ്റർ എഴുതുക. ആർക്ക്? ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി. എന്തിനെതിരെ ഒരു ലെറ്ററിലുള്ളൂ? അസ്ലിം തസ്ലം, അസ്ലിം തസ്ലം, നീ മുസ്ലിമാവും എന്ന് കണ്ടാൽ നിനക്ക് രക്ഷ ഉണ്ടാവും. 5 വക്ത് നിസ്കാരം മുടക്കാണ്ട് അള്ളാഹുർ മുന്നുള്ള സുജുദ് പൂനെ, ആ അള്ളാഹുർ മുന്ന സുജുദ് പൂടൊക്കെ വേണ്ടിയിട്ട് മുസ്ലിമീങ്ങളെ കൽപ്പിച്ച് ഇബാദത്തിലായിട്ട് ജീവിച്ച് ആലിമായ പ്രഗൽഭ പണ്ഡിതനായ ഒരാൾക്ക് മരണാസന്നനായ സമയത്ത് ഒരു സലഫി നേതാവ്, ഒരു സലഫി KNM എന്ന് പറയപ്പെട്ട ഞങ്ങളെ സംഘടനയുടെ ഒരു പ്രസിഡന്റ് എന്തൊരു ലെറ്റർ ആയിട്ട് കാണേണ്ടത്? അസ്ലിം തസ്ലിം, നീ മുസ്ലിമാവും. അതിനർത്ഥം എങ്ങനെ? നീ മുസ്ലിമാവും, നിക്ക് രക്ഷപ്പെടാൻ. ഈ ലെറ്റർ ഇത് അഡ്രസ് തപ്പി വന്നതാന്ന് ഗൊന്തില്ല. അള്ളാന്റെ കലി വേറൊന്നേക്കിക്കട. ഇതേ ഉമർ മൗലവി എന്ന് പറയപ്പെട്ട വഹാബി മൗലവിയുടെ മോനു ബഷീർ എന്ന് പറയപ്പെട്ട മനുഷ്യ അവസാനം പോയി എത്തിയത് ഏത് കോലത്തിലേക്ക് നോക്കും. ഇതിന്റെ ഇന്റർവ്യൂ ഫുള്ളായിട്ട് യൂട്യൂബിൽ കിട്ടും. ഈ മൗലവി അവസാനം പാദ്രിയായിട്ട്, പുരോഹിതനായിട്ട്, സന്യാസിയായിട്ട് പോണ. ഈ പുരോഹിതന്റെ കൈക്ക് SYS പ്രവർത്തകന്മാർ അണ്ട് നിന്റെ ബാപ്പ KM മൗലവി തപ്പിത്ത് ഞങ്ങൾ അഡ്രസ് തന്ന ലെറ്റർ ഇതാ പിടി, നിന്റെ കയ്യിലേക്ക് ഞങ്ങൾ എത്തുപാട്ടാ ചൊന്തു. ആ SYS നേതാക്കന്മാർ, കാര്യകർത്തന്മാർ അവന്റെ ആ ബട്ടയുടെ കൈക്ക് എത്തുപാട്ടാറ്. ഇത് നിന്റെ ബാപ്പ അസ്ലിം തസ്ലം ചൊന്തു. ഞങ്ങളെ നേതാവ് ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദിക്ക് എത്തുപാട്ടിയ ലെറ്റർ ഇത് നിന്റെ കൈക്ക് എത്തുപാട്ടിയുള്ള അണ്ടത്തെ കിട്ടിയത് ബല്ലാത്ത കിട്ടലയറ്റിക്കണം. ഇതുപോലെ ഇതിവിടെ സലഫിയത്ത് എന്നുള്ളത്, അതുകൊണ്ട് ഈ സലഫിയെ എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ ഒരു ദീനല്ല. ഞങ്ങളെ ആലിമീങ്ങ അങ്ങനെ ബാക്കിൽ നിസ്കരിക്കുക കൂത്തീര, അങ്ങനെ പള്ളിയിലേക്ക് പോകുത്തീര, അങ്ങനെ വാളുകൾ കേൾക്കുകത്തീര, അങ്ങനുമായിട്ട് ബന്ധം ഉണ്ടാക്കുകത്തീര, അങ്ങനുമായിട്ട് കച്ചവടങ്ങൾ പാടില്ല, അങ്ങനുമായിട്ട് പിരിസപ്പാട് പാടില്ല. ചൊല്ലുമ്പോ കേട്ടോണ്ടിരുന്നാറ് മുസ്ലിം ഐക്യല്ലേ, മുസ്ലിം ഐക്യല്ലേ. പക്ഷേ ഇങ്ങനെ ബായിൽ നിന്ന് ബന്ധതെന്തരെ, കുത്തുവേത്തിനടുത്തരെ, മൗലിദിനടുത്തരെ ഒരു മുസ്ലിം അവൻ യഥാർത്ഥത്തിൽ മുസ്ലിം അല്ലാണ്ട് ഞങ്ങളെ വാദ. ഇത് കൊണ്ടുത്തു അത് കൊണ്ടുത്തു എല്ലാവരും മനസ്സിലാക്കണം. ഇങ്ങനെ ദൂരത്തിൽ വെക്കുന്നതിന് ഏറ്റവും നല്ലത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വഹാബി സമൂഹത്തിൽ നിന്ന് ഞങ്ങളുടെ മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ സംരക്ഷിക്കണേ അള്ളാഹ്, സലാമത്തിലാക്കണേ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവസാനം ഒരു ലെറ്റർ ഇത് നോക്കും, ഒരു വീഡിയോ നോക്കും. ഈ തന്നെ അസ്ലിം തസ്ലിം എന്നുള്ള ഈ ലെറ്റർ എത്തേണ്ട ജാഗയ്ക്ക് നിങ്ങൾ SYS നേതാക്കന്മാർ എത്തുപാട്ടിയ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുക സാധ്യമാവും. അത് തിരിച്ചു. ഇത് ചരിത്ര നിമിഷം. ഇത് കാണാൻ നമ്മുടെ കണ്ണിന് കാഴ്ച നൽകിയ അള്ളാഹുവിന് സ്തുതി. അൽഹംദുലില്ലാഹ്. ഈ നിമിഷങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. വിദഈ നേതാക്കൾക്ക് തങ്ങളുടെ പിന്മുറക്കാരിൽ സ്വാമിമാർ പിറക്കാതിരിക്കാൻ മഹാന്മാരെ ബഹുമാനിച്ചേ തീരൂ. ഇത് തെളിയിക്കുകയാണ് ബഷീർ മാസ്റ്റർ.
ഇ.കെ. ഹസൻ മുസ്ലിയാർ എന്ന സുന്നി പണ്ഡിത തേജസ്സിന്റെ സമക്ഷത്തിങ്കിലേക്ക് വിലാസം മാറി ഉമർ മൗലവി അയച്ച കത്ത് ചരിത്രത്തിലെ കറുത്ത അധ്യായമായിരുന്നു. ആ കണക്ക് തീർത്ത സുന്നി പ്രവർത്തകർ ഉമർ മൗലവിയുടെ മകന് ആ കത്ത് തിരിച്ചേൽപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചു. ഒരുപാട് ചർച്ചകൾ നാം ചെയ്തു. ഇതിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രബലവുമായ ഒരു വിഷയം താങ്കളെ സൂചിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾക്ക് കൈമാറേണ്ടതും അനിവാര്യതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മുസ്ലിം കേരളത്തിന്റെ എന്നല്ല മുസ്ലിം ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഇ.കെ. ഹസൻ മുസ്ലിയാർ എന്ന ഏറ്റവും വലിയൊരു ഇസ്ലാമിക പണ്ഡിതൻ രോഗഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് താങ്കളുടെ പിതാവെന്ന ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയുമേറെ ക്രൂരത നിറഞ്ഞ സന്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇസ്ലാമികമായി ജീവിക്കുകയും മുസ്ലിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ ജീവിതത്തെയും വിശ്വാസത്തെയും അപമതിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ താങ്കളുടെ പിതാവ് ഉമർ മൗലവി ഇ.കെ. ഹസൻ മുസ്ലിയാർ താങ്കൾ മുസ്ലിമാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു അയച്ചിരുന്നത്. ആ കത്ത് താങ്കളുടെ പിതാവ് എന്നോ താങ്കൾക്ക് എഴുതി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നും വിധമാണ് ഇന്ന് അങ്ങയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ കത്ത് വിലാസം മാറി ഞങ്ങളുടെ നേതാവിന് അയച്ചത് തിരിച്ചങ്ങയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിനു വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ കത്ത് അങ്ങക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങിതൊന്ന് വായിച്ചു നോക്കണം. ഈ കത്തിലെ ആശയം ഉൾക്കൊണ്ട് അങ്ങ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരണമെന്നുകൂടി മുഖാമുഖം മാസികയുടെ പ്രതിനിധികളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.